ഞാനിപ്പോൾ സ്റ്റക്ക് ഓൺ പിടിക്കുകയാണ്, എനിക്കിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിയും, പക്ഷെ മാച്ച് കളിക്കാൻ കഴിയില്ല. അവരെന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ വേണേൽ ഇന്ത്യയിലേക്ക് വരാം, ഞങ്ങൾ പക്ഷേ എന്താണ് നിങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുക്കാം, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ശരിയാവുമോ? ഞാൻ പറയുന്നത് ഞാൻ എടുത്ത റിസ്ക്കും ഞാൻ എടുത്ത എഫേർട്ടും ഇന്ത്യയിൽ ഒരാളും എടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു സർക്കാർ പോലും എടുത്തിട്ടില്ല. ഞങ്ങളും അർജന്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്ന ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി. ഒരാഴ്ച ലേറ്റ് ആകുമ്പോൾ സാധാരണ രീതിയിൽ ആ രാജ്യം ആ ഫിഫയൊക്കെ ചോദിക്കുന്നത് എന്തറിയോ, എന്തിനാണ് സാർ നിങ്ങൾ ഇത്ര തിരക്കൂട്ടുന്നത്? 26 ജൂണിലല്ലേ പിന്നെ ലോകകപ്പ്, ജൂണിൽ ജൂലൈ ലോകകപ്പ് ഉള്ളൂ, അതിന് മുന്നേ വിൻഡോ ഉണ്ടല്ലോ, നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു. മര്യാദയ്ക്കോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ഥലത്ത് മാത്രം ഇതിനെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു, അത്രേ ഉള്ളൂ. അതെ, അത് ഞാൻ തെറ്റിയാൽ നോക്കിയാൽ പോരെ. എന്നോട് സഹകരിക്കുന്ന ആൾക്കാരോട് അന്നത്തെ സിറ്റുവേഷൻ വേറെയാണ്. അന്നത്തെ സിറ്റുവേഷൻ എന്താണ്? അന്നത്തെ സിറ്റുവേഷൻ എനിക്ക് പുതിയ അഗ്രിമെന്റ് തരുമെന്നുള്ള പ്രശ്നത്തിൽ ഒരു പുതുക്കി തന്നു അഗ്രിമെന്റ്, പിന്നെ എന്നോട് സഹകരിച്ചാൽ പോരെ. അതാണ് അന്നത്തെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നത് ഫിഫ അനുമതി കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അനുമതി കിട്ടിയതിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ 25-ാം തീയതി 23, 24 25 ആയിട്ട് അനുമതി കിട്ടും, അങ്ങനെയാണ് 25-ാം തീയതി ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ടിക്കറ്റ് വിൽപ്പന മുന്നേ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല.